സമുദ്ര സുരക്ഷ ഒമാനും ബ്രിട്ടനും സഹകരണം ശക്തമാക്കുന്നു. കാരുണ്യത്തിന് തടലുമായി ഫാക് കുർബ 1519 തടവുകാർ മോചിതരായി. നുഴഞ്ഞുകയറ്റ ശ്രമം ദുഃഖത്തിൽ 2 ഏജന്റുമാർ അറസ്റ്റിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. സമുദ്ര സുരക്ഷാ മേഖലയിൽ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒമാനും ബ്രിട്ടനും തമ്മിൽ നിർണായക ചർച്ച നടന്നു. ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, ബ്രിട്ടീഷ് വിദേശകാര്യ കോമൺവെൽത്ത് മന്ത്രാലയത്തിലെ പൊളിറ്റിക്കൽ ഡയറക്ടർ ജനറൽ ലോർഡ് എഡ്വേർഡ് ലെവലിൻ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി. മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിനും സുസ്ഥിര രാഷ്ട്രീയ നയതന്ത്ര പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കടൽപാതകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഒമാൻ വിദേശകാര്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിന്റെ സുഗമമായ ഒഴുക്ക് ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമുദ്ര സുരക്ഷാ മേഖലയിലും സുരക്ഷാ രംഗത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത ഏകോപനവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്താനും ധാരണയായി. മേഖലയിൽ സുസ്ഥിരത നിലനിർത്തുന്നതിനും അന്താരാഷ്ട്ര നിയമങ്ങളും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനും പരസ്പര വൈദഗ്ധ്യം പങ്കുവെക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരുപക്ഷവും ചൂണ്ടിക്കാട്ടി. മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ ഒമാൻ നടത്തുന്ന ഇടപെടലുകളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഒമാനിലെ മാനുഷിക കാരുണ്യ പദ്ധതിയായ ഫാക് കുർബയുടെ 13ാം പതിപ്പിലൂടെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നായി 1519 പേർ ജയിൽ മോചിതരായി. ക്രിമിനൽ കുറ്റങ്ങളില്ലാത്ത സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് തടവിലായവർക്കാണ് ഈ പദ്ധതി ആശ്വാസമായത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളുടെ ബാധ്യതകൾ തീർപ്പാക്കി അവരെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭാഗമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഒമാൻ ലോയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ഈ കാരുണ്യ സംരംഭം നടപ്പാക്കുന്നത്. 2012 ആരംഭിച്ച പദ്ധതി വഴി ഇതുവരെ ആകെ 9717 പേരെയാണ് കടക്കെണിയിൽ നിന്നും തടവിൽ നിന്നും ഈ പദ്ധതി വഴി മോചിപ്പിച്ചത്. ആഫ്രിക്കൻ സ്വദേശികളായ 23 പേരെ നിയമവിരുദ്ധമായി ഒമാനിലേക്ക് കടത്താൻ സഹായിച്ച 2 പേരെ അൽ വുസ്ത ഗവർണറേറ്റിലെ ദുഃഖം വിലായത്തിൽ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. നുഴഞ്ഞുകയറ്റക്കാരെ വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെ ആരോപിയുടെ പരിശോധന വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച പ്രതികളെ പിന്തുടർന്നാണ് പിടികൂടിയത്. 23 ആഫ്രിക്കൻ സ്വദേശികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി ഒമാനിൽ നിര്യാതനായി. അടൂർ കൊടുമൺ സ്വദേശി ഷാജഹാൻ അൽ അഷ്കറയിൽ ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. 20 വർഷത്തിലേറെയായി അവിടെ ബിൽഡിംഗ് കോൺട്രാക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഭാര്യ ഉമൈദ ഷാജഹാൻ, മക്കൾ ഷിജു, ശൈലജ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.